സോ നൗൺ നൗൺ എന്ന് പറഞ്ഞാൽ നാമം. അതായത് നമ്മൾ നാമത്തെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ നൗൺ, സെക്കൻഡ് വൺ ഈസ് കോമൺ നൗൺ, തേർഡ് വൺ ഈസ് കളക്റ്റീവ് നൗൺ, ദെൻ മെറ്റീരിയൽ നൗൺ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് അബ്സ്ട്രാക്ട് നൗൺ. സോ ഫസ്റ്റ് എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ഡിനോട്ട്സ് എ പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അതായത് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായി ഒരാളെ പറയാനോ അല്ലെങ്കിൽ എന്താണ് ഒരു സ്ഥലത്തിൻ്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാത്തിനെയും എന്താണ് നമ്മൾ ആ ഒരു പേര് വെച്ച് വിളിക്കില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഋഗ്വേദ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരുള്ള വ്യക്തി മാത്രമാണ്. അല്ലാതെ ആ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലെ എല്ലാവരുടെയും പേര് എന്താണ് ഋഗ്വേദ് എന്നാവോ? ഇല്ല. എന്താണ് അതൊരു വ്യക്തിയുടെ പേരാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ എന്താണ് അൻഷിക, ആൻസിക, ആദിഷ്. പിന്നെ നമ്മളൊരു പ്ലേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ പ്ലേസും കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റും എറണാകുളം എന്നാണോ പറയുക? അല്ല. അത് ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മാത്രം നെയിമാണ് എറണാകുളം. അതുപോലെ തന്നെ കേരള, ഇന്ത്യ, ചെറായി. പിന്നെ നമുക്ക് എന്താണ് രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ റഷ്യ, USA, ആഫ്രിക്ക, അങ്ങനെ വെനസ്വല, അങ്ങനെ എന്താണ് അതൊക്കെ ഓരോ പ്രത്യേകമായി ഉള്ള ആളുകളുടെയോ സാധനങ്ങളുടെയോ ഒക്കെ പേരാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തിങ്സ് നോക്കുകയാണെങ്കിൽ ഓഡി കാർ, നമ്മളെല്ലാ കാറിനെയും ഓഡി കാർ എന്ന് പറയുമോ? ഇല്ല. ആ ഒരു ഓഡി കമ്പനി ഇറക്കണ കാറുകളെ മാത്രമാണ് എന്ത് നമ്മൾ പറയുക? ഓഡി കാർ. അല്ലെങ്കിൽ എന്താണ് കാനോണിൻ്റെ ക്യാമറ. അപ്പോൾ എന്താണ് കാനോൺസ് ക്യാമറ, നോക്കിയ ഫോൺ, ക്യാമൽ ബോക്സ്, ലെക്സി പെൻ, പിന്നെന്താണ് നടരാജ് പെൻസിൽ, അപ്സര പെൻസിൽസ്. നമ്മളെല്ലാ പെൻസിലിനും അങ്ങനെയാണെങ്കിൽ എന്താണ് അതൊരു പ്രോപ്പർ നൗൺ അല്ല, പെൻസിലിന് മാത്രം പറയുകയാണെങ്കിൽ. പക്ഷേ ഒരു പേര് ചേർത്ത് പറയണം നമ്മൾ, അല്ലേ? ഓരോ കമ്പനിയുടെ നെയിം അങ്ങനെ പ്രത്യേകമായി പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അടുത്തത് സെക്കൻഡ് വൺ ആണ് കോമൺ നൗൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ കോമൺ ടു എവറി പേഴ്സൺ ഓർ തിങ് ഓർ കൈൻഡ് എക്സെട്ര. എന്താണ് ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന എല്ലാത്തിനും എന്താണ് സെയിം നെയിം ആയിരിക്കും. അതായത് പെൻസിൽ, എന്താണ് എല്ലാ പെൻസിലുകളെയും നമ്മൾ എന്താണ് പെൻസിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ കമ്പനി ചേർത്ത് പറയുമ്പോഴാണ് എന്ത് അതൊരു പ്രോപ്പർ നെയിമായിട്ട് മാറുന്നത്. പിന്നെന്താണ് കാർ, ക്യാമറ, ഫോൺ, ബോക്സ്, പെൻ. ഇതൊക്കെ എന്താണ് കോമൺ നൗൺ ആണ്. എല്ലാ കാറുകളെയും നമ്മൾ കാറുകളെന്ന് പറയും, ക്യാമറകളെ ക്യാമറ എന്ന് പറയും. അപ്പോൾ അതൊക്കെ കോമൺ ആയിട്ട് എല്ലാത്തിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നൗൺസ് ആണ് എന്ത് കോമൺ നൗൺ. ഇപ്പോൾ നമ്മൾ ചൈൽഡ്, എല്ലാ കുട്ടികളെയും നമ്മൾ എന്താണ് ചൈൽഡ് എന്ന് പറയുന്നു. എല്ലാ ആൺകുട്ടികളെയും നമ്മൾ എന്ത് പറയുന്നു? ബോയ് എന്ന് പറയുന്നു. എല്ലാ പെൺകുട്ടികളെയും ഗേൾ എന്ന് പറയുന്നു. എല്ലാ സ്ത്രീകളെയും വുമൺ എന്ന് പറയാം, മാൻ എന്നും പറയാം. അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരിലും യൂസ് ചെയ്യുന്നതാണ് എന്ത് കോമൺ നൗൺ. ദ തേർഡ് വൺ ഈസ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് സിമിലർ ഇൻഡിവിജ്വൽ കൺസിഡേർഡ് ആസ് വൺ. അതായത് ഒരു കളക്ഷൻ, ഒരു ഗ്രൂപ്പിനെ ഒന്നായി കണ്ട് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എ ക്രൂ ഓഫ് സെയിലേഴ്സ്, അതായത് ഒരു ക്രൂ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് അല്ലേ? സെയിലേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? ക്രൂ എന്ന് പറയുന്നു. അടുത്തത് ബാൻഡ് എന്ന് എന്താ പറയുക? ഗായക സംഘത്തെയാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. അതിലൊരാളാണോ? അല്ല, ഒരുപാട് പേരുണ്ട്. ആ ഒരു എന്താണ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മൾ ആ ബാൻഡിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ ക്രൗഡ്, ഒരു ജനക്കൂട്ടം. അതുപോലെ തന്നെ കൊയർ, എന്താണ് ഒരു ഗായക സംഘം. പിന്നെ പെയർ, സീരീസ്, ഇതൊക്കെ എന്താണ് ഒരേപോലെയുള്ള സാധനങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ ഒരു ഗ്രൂപ്പാണ്. അടുത്തത് വരുന്നതാണ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ ഈസിയാണ്. എന്താണ് ഏതെങ്കിലും മെറ്റീരിയൽസിനെ പറയുന്ന പേരുകളാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് സിൽവർ, ഗോൾഡ്, അയൺ, ബ്രോൺസ്, മിൽക്ക്. എന്താണ് മിൽക്കും ഒക്കെ എന്താണ് മെറ്റീരിയലാണ്. അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? മെറ്റീരിയൽ
നൗൺ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുമ്പോൾ ഇത്തിരി പാടുള്ളതാണ്. അതായത് നെയിം ഓഫ് ക്വാളിറ്റി, എന്തെങ്കിലും ക്വാളിറ്റി നമ്മുടെ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ആക്ഷൻ ഓർ സ്റ്റേറ്റ്, ഇതിനെയൊക്കെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഇവ ഓരോന്നിൽ നിന്നും വേർതിരിഞ്ഞ് വന്നതാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഗുഡ് എന്ന അഡ്ജക്റ്റീവിൽ നിന്ന് വന്നതാണ് ഗുഡ്നെസ് എന്ന ക്വാളിറ്റി, അതായത് അബ്സ്ട്രാക്റ്റ് നൗൺ. കൈൻഡ് എന്ന അഡ്ജക്റ്റീവിൽ നിന്ന് വന്നതാണ് എന്ത്? കൈൻഡ്നെസ്. ദെൻ ഹോണസ്റ്റ് എന്നതിൽ നിന്ന് വന്നതാണ് എന്ത്? ഹോണസ്റ്റി. ട്രൂവിൽ നിന്ന് വന്നതാണ് ട്രൂത്ത്. യങ്ങിൽ നിന്ന് വന്നതാണ് യൂത്ത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു അഡ്ജക്റ്റീവിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ. ഈ ആക്ഷൻ അബ്സ്ട്രാക്റ്റ് നൗൺ ഒരു വെർബിൽ നിന്ന് വന്നതായിരിക്കാം. അതായത് സി എന്ന വെർബിൽ നിന്ന് വരുന്നതാണ് എന്ത്? സൈറ്റ്. ദെൻ ലഫിൽ നിന്ന് വരുന്നതാണ് ലഫ്റ്റർ. ഗ്രോത്ത്. അഡ്വൈസ്. കണ്ട, അഡ്വൈസ്. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ വെർബിന് എസ്സും ആക്ഷന് സിയും. ഇതിന് എളുപ്പം ഞാൻ പറയുന്നത്, എയുടെ അടുത്തല്ലേ സി വരിക. അപ്പോൾ എന്താണ്? അബ്സ്ട്രാക്റ്റ് നൗൺ എയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ സി എവിടെ ആയിരിക്കും? അബ്സ്ട്രാക്റ്റ് നൗണിലായിരിക്കും. അങ്ങനത്തെ വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. പ്രാക്ടീസ്. ഇവിടെ എസ് വരുന്നു, ഇവിടെ എന്താണ്? സി ആണ് വരുന്നത്. ലാസ്റ്റ് വരുന്നത് സ്റ്റേറ്റ്. അതായത് ഏതെങ്കിലും ഒരു അവസ്ഥ, അതായത് കോമൺ ആയിട്ട് പറയുന്ന നൗണിൽ നിന്നാണ് വരുന്നത്. കോമൺ നൗൺ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യുന്നത്, ആ ഒരു ഇതിൽപ്പെട്ട. അതായത് ഫ്രണ്ട്. ഏതൊരു ഫ്രണ്ടിനെ നമ്മൾ എന്താണ്? ഫ്രണ്ട് എന്ന് തന്നെയായിരിക്കും പറയണത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന അബ്സ്ട്രാക്റ്റ് നൗൺ ആണ് എന്ത്? ഫ്രണ്ട്ഷിപ്പ്. ദെൻ ഗേളിൽ നിന്ന് വരുന്ന അബ്സ്ട്രാക്റ്റ് നൗൺ ആണ് ഗേൾഹുഡ്. ദെൻ ഏജൻറ്റിൽ നിന്ന് ഏജൻസി. ചൈൽഡിൽ നിന്ന് ചൈൽഡ്ഹുഡ്. ലീഡറിൽ നിന്ന് ലീഡർഷിപ്പ്. സോ ഇതൊക്കെയാണ് നൗണിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് ശേഷം നമുക്ക് എന്താണ്? നൗൺ സിംഗുലർ, പ്ലൂരൽ, ഇതൊക്കെ നോക്കാനുണ്ട്. ഇത് ബേസിക് ആയിട്ട് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് എന്തൊക്കെയാണ്? പ്രോപ്പർ നൗൺ, എന്താണ്? ഒരു പ്രത്യേകമായി പറയുന്ന പേര്. അടുത്തത് കോമൺ നൗൺ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേര്. പിന്നെന്താണ്? കളക്റ്റീവ് നൗൺ, ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേര്. പിന്നെന്താണ്? മെറ്റീരിയൽസിനെ പറയുന്ന പേര് മെറ്റീരിയൽ നൗൺ. ലാസ്റ്റ് ഏതെങ്കിലും ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താണ്? ആക്ഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഇതിനൊക്കെ എന്താ പറയുന്നത്? അബ്സ്ട്രാക്റ്റ് നൗൺ. അങ്ങനെ 5 ടൈപ്പ് നൗൺസാണ് ഉള്ളത്.